അധിക ആളുകൾക്കുള്ളൊരു തൊഴിലാണത് സത്യത്തിൽ. കുരങ്ങന്റെ പണി എടുത്താൽ എങ്ങനെ ഉണ്ടാവും? കുരങ്ങന്റെ പണി അറിയോ? അറിയില്ല അല്ലേ? കുരങ്ങന്റെ പണി അറിയില്ല. കുരങ്ങൻ ഒരു മരത്തുനിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് നീങ്ങുന്നതും ഒരു കൂട്ടത്തിൽ നിന്ന് വേറെ കൂട്ടത്തിലേക്ക് മാറുന്നതോ കാണാം. കുരങ്ങന്മാർ താമസിക്കുന്നിടത്ത് പോയാൽ കുറഞ്ഞ സമയം ഒരു ടീമിന്റെ കൂടെ ഉണ്ടെങ്കിൽ അടുത്ത സമയം ഒരു ടീമിന്റെ കൂടെ ഉണ്ടാവും, അടുത്ത സമയം മറ്റൊരു ടീമിന്റെ കൂടെ ഉണ്ടാവും. എന്തിനാണത്? അത് കിട്ടിയ പഴങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരിക്കാൻ പോയതല്ല, പിന്നെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കാൻ പോയതാണ്. അതിനാണ് ആ പോക്ക്. നമീമത്വമായിട്ട് നടക്കുന്ന മനുഷ്യന്മാർ എന്താ അവർക്ക് കാര്യമായിട്ട് പണി? കാര്യമായിട്ട് അവിടെ ഒരു തിരി കൊളുത്തുക, ഏകദേശം അതിങ്ങനെ കത്തിന്ന് കാണുമ്പോൾ അപ്പുറത്തുനിന്ന് കൊളുത്തുക, അവിടെയും കത്തിക്കുക. ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന കോലത്തിൽ വർത്തമാനം പറയാം. ചിലപ്പോൾ ആ വർത്തമാനം കൊണ്ട് എന്ത് കിട്ടും? അയൽവാസിനെ തെറ്റിക്കാൻ പറ്റും. നല്ല ഉപകാരമല്ലേ? നല്ല ഉപകാരമാണ്. ചിലപ്പോൾ എന്ത് കിട്ടും? ചിലപ്പം കുടുംബക്കാരെ തമ്മിൽ തെറ്റിക്കാൻ പറ്റും, ചിലപ്പം ജ്യേഷ്ഠനെയും അനുജനെയും തമ്മിൽ തെറ്റിക്കാൻ പറ്റും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടത്തിൽ സുഹൃത്ത് ബന്ധമുള്ള ആൾക്കാരെ തെറ്റിക്കാൻ പറ്റും. പലതുണ്ട്. സുബ്ഹാനല്ലാഹ്, ചെറിയൊരു സംഗതി ഒന്നല്ല. ലോകത്ത് നടന്നതിൽ, കൊലപാതകങ്ങൾ നടന്നതിൽ ഒരു മുഖ്യ വിഷയമാണ് നമീമത്ത് എന്ന് പറയുന്ന സാധനം. നമീമത്ത് ആരെ സ്വഭാവമായിട്ടാണ് അല്ലാഹു തആല ഖുർആനിൽ എണ്ണിയത്? കള്ളന്മാരെ സ്വഭാവമായിട്ടാണ്, മോശപ്പെട്ട സ്വഭാവമായിട്ടാണ് നമീമത്ത് എണ്ണിയത്. ഹമ്മാസിൻ മശാഇൻ ബിനമീം, മോശപ്പെട്ട ആൾക്കാരുടെ സ്വഭാവമാണ് എണ്ണിയത്. നമീമത്തുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞത് ഫിത്നയും ഫസാദും ഉണ്ടാക്കുക, അതിന് പറ്റുന്ന വർത്തമാനങ്ങൾ. അതിന് നേർക്ക് നേരെ പറഞ്ഞോളന്നില്ല, ഒന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ബട്ടൺ അമർത്തിയാൽ മതി, എല്ലായിടത്തേക്ക് എത്തും. അങ്ങനെ കുട്ടി നോക്കുമ്പോ നമീമത്തിന്റെ ഡിഗ്രി പഴയ കാലത്തേക്കാൾ ഇപ്പൊ കൂടുതലാ. കാരണം പഴയ കാലത്ത് ഒരു മണിക്കൂറിൽ ചിലപ്പോ രണ്ടാളെ കാണാൻ പറ്റിയെങ്കിൽ ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് എന്ത് പറ്റും? ഏകദേശം 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ഷറായി. അപ്പൊ നമീമത്തിന് ഡിഗ്രി കൂടുതലാ. ഒരു വാർത്ത എത്ര പേരിലേക്കാണ് സഹോദരങ്ങളെ? ഏതെല്ലാം രൂപത്തിലാണ് ആളുകൾ ഏതെല്ലാം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്? നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു വിഷയം പറയുന്നത് തന്നെ, ഒരു വിഷയം അവതരിപ്പിക്കുന്നത് തന്നെ, ഒരു വിഷയത്തെപ്പറ്റി സംവദിക്കുന്നത് തന്നെ ഏതെല്ലാം രൂപത്തിലാണ്? നിങ്ങൾ നോക്ക്, ഏതെല്ലാം രൂപത്തിലാണ് അല്ലേ? ഏതെല്ലാം രൂപത്തിലാണ് ആൾക്കാർ പറയണത്? ചില വിഷയങ്ങളൊക്കെ കേൾക്കാൻ തന്നെ പറ്റുമോ? കേൾക്കാൻ തന്നെ പറ്റൂല, പേടിയാണ്. കേൾക്കണ്ടാ തീരുമാനിക്കും. ആൾക്കാർ മോശാക്കിയിട്ട് പറയുന്നത്, പരസ്യമായിട്ട് പറയുന്നത്, ഒരു മടിയില്ലാതെ. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ആലിമീങ്ങളെ പരസ്യമായിട്ട് ചീത്ത പറയുന്നത്? ചീത്ത പറയാനായിട്ട് എല്ലാ ദിവസവും ഫാത്തിഹ ഓതി തുടങ്ങണം മജ്‌ലിസ്. എന്താ കഥ? എന്തിനാ ഫാത്തിഹ ഓതി തുടങ്ങണത്? എന്താ ലക്ഷ്യം? 3-4 മണിക്കൂർ എന്താ പരിപാടി? ചീത്ത അറിയാം അല്ലേ? അതന്നെ. തലയെക്കെട്ടിയ മൂല്യന്മാരും, തലയെക്കെട്ട് കെട്ടിയ ബാദുന്നാസ് മൂല്യന്മാർ, ചില മൂല്യന്മാർ ഫാത്തിഹ തുടങ്ങാണ്. എന്നിട്ട് അധ്യക്ഷന്റെ വക എന്താ കൊടുക്കണത്? ജനങ്ങൾക്ക് എന്തെങ്കിലും നസീഹത്ത്, ആയത്തെ, ഹദീസ് അർത്ഥം വെച്ചു കൊടുക്കല്ല പണി. ഏതെങ്കിലും പണ്ഡിതന്റെ എന്തെങ്കിലും ഒരു കുറ്റവും കുറവും പറയാണ്ടോ? പറയാം. അതൊരാൾ പറഞ്ഞു സ്വാഗതത്തില്, പിന്നെ അധ്യക്ഷൻ കുറച്ചുകൂടി ഡിഗ്രിയിൽ, പിന്നെ മുഖ്യപ്രഭാഷണം ബാക്കിയുള്ളതൊക്കെ കൂടി വെച്ചുകൂട്ടിയിട്ട് അയാളും. അതിന് പറ്റുന്ന കുറെ ആൾക്കാർ ഒരുമിച്ച് കൂട്ടുക, അതല്ലേ പരിപാടി. അതിന് എത്രയാണോ പണം ചെലവഴിക്കാൻ പറ്റുക അത്ര ചെലവഴിക്കുക. അതിന് എങ്ങോട്ടും പോകണ്ട, അവനാന്റെ റൂമിൽ തന്നെ അങ്ങനെ സംവിധാനം ഒരുക്കിയിട്ട് അങ്ങനെ കുറെ ആൾക്കാർ, എന്തെല്ലാം ജാതി. റൂമിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് റൂമിൽ തന്നെ. എന്നാ പിന്നെ എളുപ്പത്തിൽ ഇവിടെ എത്താൻ, എല്ലായിടത്തും പെട്ടെന്ന് എത്തണ്ടേ? അതിന് ലോകതലത്തിലേക്ക് നിങ്ങൾ ആരെപ്പറ്റിയെങ്കിലും അഭിപ്രായം, എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയുന്നത് നല്ല ഭാഷയിലും നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും പറയാന്നല്ലാതെ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരം, അതല്ലേ സഹോദരങ്ങളെ നമീമത്ത് എന്ന് പറഞ്ഞത്. നമീമത്തിന്റെ നിർവചനം പറഞ്ഞപ്പോ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ നമീമത്ത് എന്ന് പറഞ്ഞാല്? ഫസാദ് ഉണ്ടാകുന്ന രൂപത്തിൽ, കുഴപ്പമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കുക, അതിനാ നമീമത്ത് എന്ന് പറഞ്ഞത്. ആ നമീമത്ത് സ്വന്തക്കാരിൽ നിന്ന് തന്നെ വരും, ശ്രദ്ധിക്കണം. മുമ്പൊരാൾ ഒരു അടിമയെ വിറ്റു. അടിമയെ വിൽക്കുമ്പോ വാങ്ങുന്ന ആളോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല,
എല്ലാ നിലക്കും ഉഷാറാണ്, എന്ത് നിങ്ങൾ പറഞ്ഞാലും ജോലിയെടുക്കും, ചെറിയൊരു തകരാറിനത് ശ്രദ്ധിച്ചാ മതി. അപ്പൊ വാങ്ങുന്ന ആള് ചോദിച്ചു, എന്താ കുഴപ്പം? മാഫീഹി ഐബുൻ ഇല്ല നമീമ. ചിലപ്പോ എന്തെങ്കിലും പിത്തനുണ്ടാക്കുന്ന വർത്താനം പറയും, അത്രേ ഉള്ളൂ. ജോലിയൊക്കെ എടുക്കും, ഏത് ജോലി എടുക്കും. വീട്ടിലുള്ള കൃഷിപ്പണിയാണെങ്കിൽ അതെടുക്കും, അടുക്കള ജോലിയാണെങ്കിൽ അതെടുക്കും. അതല്ല, നിങ്ങൾക്ക് അങ്ങാടിയിൽ പോയിട്ട് എന്തെങ്കിലും ചരക്ക് കൊണ്ടുവരാണെങ്കിൽ ഒക്കെ ചെയ്യും. എല്ലാത്തിലും ആളുഷാറാണ്. പക്ഷെ ചെറിയൊരു തകരാറുണ്ട്. ചെറുതല്ല പറഞ്ഞത്, വലുതാണ്. മാഫീഹി ഐബുൻ ഇല്ല നമീമ. ചിലപ്പോ എന്തെങ്കിലും പിത്തിനും ഫസാദുള്ള വർത്താനം പറയും, നമീമത്ത് പറയും, അത് ശ്രദ്ധിച്ചാ മതി. അപ്പൊ വാങ്ങുന്ന ആള് പറഞ്ഞു, അതല്ല, അത് പ്രശ്നമാക്കണ്ട, അത് കുഴപ്പാക്കണ്ട, അത് നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞു. ബക്കറ്റ് വരാൻ സമയം ബക്കറ്റ് വരണം. നല്ല സംഭാവന കൊടുക്കും, നല്ല റാഹത്തിൽ സംഭാവന കൊടുക്കും. അപ്പോ അത് ഞാൻ തൃപ്തിപ്പെട്ടു എന്നാണ് വാങ്ങിക്കൊണ്ടേ. ഈ അടിമയെ കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ചു. കുറച്ച് ദിവസങ്ങളങ്ങ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയോട്, ഈ വാങ്ങിക്കൊണ്ടുപോയ മുതലാളിയുടെ ഭാര്യയോട് അടിമ പറഞ്ഞു, നിങ്ങളെ ഭർത്താവിന് നിങ്ങളോട് വേണ്ടത്ര സ്നേഹമില്ല. കണ്ടോളൂ, തുരുപ്പുണ്ടാക്കണ കണ്ടോളി. നിങ്ങളെ ഭർത്താവിന് നിങ്ങളോട് വേണ്ടത്ര സ്നേഹമില്ല. നിങ്ങളെ ഭാര്യയായി സ്വീകരിക്ക തന്നെ വേറെ ഒരു അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. അങ്ങനെയുണ്ട്, കത്തിക്കല. വേറൊരു അടിമ സ്ത്രീയെയും കൂടി നിങ്ങളെ ഭർത്താവ് വിവാഹാലോചന നടത്താനുള്ള ലക്ഷ്യമുണ്ട്. ഭാര്യയോട് പറഞ്ഞിട്ട് ആദ്യം കൊളത്തി കൊടുത്തു. അത് നിങ്ങൾക്ക് തിരിയണമെങ്കിൽ ഒരു സംഗതി ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു കത്തിയെടുക്കണം. കത്തിയെടുത്തിട്ട് നിങ്ങളെ ഭർത്താവ് ഉറങ്ങുന്ന സമയത്ത് ഭർത്താവിന്റെ മുടികളിൽ നിന്ന് പിൻഭാഗത്തുള്ള ചില മുടികളൊക്കെ നിങ്ങൾ മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് ആ വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ മുടി നിങ്ങൾ എനിക്ക് കൊണ്ടുതരണം. എന്നാ അത് വെച്ചിട്ട് ചില സിഹറും കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചു തരും. ഭർത്താവിനെ ഞാനതിൽ നിന്ന് പിന്തിരിപ്പിച്ചു തരാം. ഭാര്യയോട് പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ ഒരു പണി ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് മാറ്റണമെങ്കിൽ ഇനി ഇതേ മാർഗമുള്ളൂ. ഒരു കത്തി എടുത്തു പോയി മൂപ്പര് ഉറങ്ങുന്ന നേരത്ത് അറിയാതെ പിൻഭാഗത്തുനിന്ന്, തലന്റെ ബാക്ക് ഭാഗത്തുനിന്ന് എവിടുന്നെങ്ങാനും കുറച്ച് മുടി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. എന്നാ അത് വെച്ചിട്ട് കുറച്ച് സിഹറും പണിയൊക്കെ ചെയ്യാനുണ്ട്, അത് ഞാൻ ചെയ്തുതരാം. എന്നാ പിന്നെ ഭർത്താവിനെ ഒന്ന് മാറ്റാൻ പറ്റുന്നു. ഇത് ഭാര്യയോട് പറഞ്ഞു. നേരെ അപ്പുറത്ത് പോയി മുതലാളിയോട്, ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളെ ഭാര്യ, ആ ഭാര്യക്ക് വേറെ ഒരാളായിട്ട് നല്ല ബന്ധമുണ്ട്, വേറൊരാളായിട്ട് ബന്ധമുണ്ട്. നിനക്കെങ്ങനെ മനസ്സിലായി? നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളെ കൊല്ലണം എന്നുള്ള ലക്ഷ്യത്തില് ഒഴിവ് കിട്ടുന്ന സമയത്ത് അവള് വരും. വേണമെങ്കിൽ ഉറക്കം നടിച്ച് ഒന്ന് കിടന്നു നോക്കിക്കൊണ്ട് അപ്പ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഭർത്താവിനോട് വന്നിട്ട് പറഞ്ഞ വർത്താനാണ്, നിങ്ങളെ ഭാര്യക്ക് വേറൊരാളായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്ന് ഉറക്കം നടിച്ച് നിങ്ങൾ കിടന്നാൽ മതി. അവൾ കത്തിയും കൊണ്ട് വരുന്നത് കാണും. ലക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങളെ കൊല്ലാനാണ്. അപ്പൊ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അപ്പൊ മുതലാളി ചോദിച്ചേ, അങ്ങനൊന്നുണ്ടോ? ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് 4-5 മക്കളായിട്ട്, ആ മക്കൾക്കൊക്കെ വിവിധ സ്ഥലത്ത് ജോലിയും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അവൾക്ക് അങ്ങനെ ലക്ഷ്യം? അതെ, അങ്ങനെ ലക്ഷ്യമുണ്ട് മുതലാളി. നിങ്ങൾക്കത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഉച്ചമയക്കത്തിന് വേണ്ടി ഉറങ്ങുമ്പോൾ അയാൾ കിടന്നു. ഉറങ്ങിയിട്ടില്ല, കണ്ണ് ചിമ്മിയിട്ട് ഉറങ്ങുന്ന രൂപഭാവങ്ങളൊക്കെ നടിച്ചു. പതുക്കങ്ങനെ കണ്ണ് തുറന്നു നോക്കുമ്പോ ശരിയാണ്, പെണ്ണ് കത്തിയും കൊണ്ടുവരുന്നു. അടിമ പറഞ്ഞത് സത്യം തന്നെ. കത്തി അവളെ കയ്യിൽ കണ്ടപ്പോ സുബ്ഹാനല്ലാ, മൂപ്പര് നേരെ ആ കത്തിയെടുത്തു. കത്തി അവളെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് വാങ്ങിയിട്ട് കൊടുത്തൊരു കുത്ത്. കത്തി വാങ്ങിയിട്ടതാ സ്വന്തം ഭാര്യയെ ഒരു കുത്തങ്ങ് കൊടുത്തു. കൊല്ലണമെന്ന അർത്ഥത്തിൽ നീ വന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ഭാര്യയുടെ കുടുംബക്കാര് വിടുമോ? ഭാര്യയുടെ വീട്ടുകാര് വന്നു. ഭർത്താവിന്റെ വിഷയം അവർ കോടതിയിൽ അവതരിപ്പിച്ചു. കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ അദ്ദേഹത്തിനും തൂക്കുകയറ് കിട്ടി. സഹോദരങ്ങളെ, അടിമപ്പ 2 ഭാഗത്തുമില്ലാതെ സുഖമായി ആ വീട്ടിൽ കഴിയാണ്. അടിമ ചെയ്ത പണി എന്താണ്? 2 ഭാഗത്തും ഓരോ തിരുപ്പുണ്ടാക്കി. ഭാര്യയോട് പറഞ്ഞു, ഭർത്താവ് വേറെ വിവാഹം ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറണമെങ്കിൽ ഒരു പണി ചെയ്താൽ മതി. ഭർത്താവിനോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യക്ക് വേറൊരാളോട് ബന്ധമുണ്ട്, നിങ്ങളെ കൊല്ലാനാണ് അവളെ ശ്രമം. കത്തിയും കൊണ്ട് വരുന്നത് കാണാം. നഅൂദുബില്ലാ, കത്തിയും കൊണ്ട് ഭാര്യ പോയത് കൊല്ലാനല്ല,
പിൻഭാഗത്തുനിന്ന് മുടി മുറിച്ചിട്ട് സിഹർ ചെയ്യാൻ വേണ്ടി മുടി വേണമെന്ന് പറഞ്ഞില്ലേ, കൊല്ലാനാണ് വരുന്നത് എന്ന് ഭർത്താവ് നടിച്ചു. 2 വർത്തമാനങ്ങളെ കൊണ്ട് സഹോദരങ്ങളെ ഉണ്ടായതെന്താണ്? 2 ജീവിതം അങ്ങ് പൊലിഞ്ഞുപോയി. ചെറിയ ഒരു ഫിത്ന, നമീമത്തെന്ന ഫിത്നയിലൂടെ ഉണ്ടായതാണിത്. സുബ്ഹാനല്ലാഹ്, നമീമത്തുകാരൻ കുടുംബം കലക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല, ഗോത്രം കലക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല, തമ്മിലടിപ്പിക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മനുഷ്യക്കോലം മാറ്റിയിട്ട് അവന് കുരങ്ങന്റെ കോലം കൊടുക്കുന്നു. കുരങ്ങന്റെ രൂപത്തിൽ വരുന്നവര് ഫൽഖത്താത്തു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നമീമത്തുമായി ജീവിച്ചവരാണ്.